കാലങ്ങളായി നമ്മൾ കേൾക്കുന്ന സ്തുതിഗീതം വന്ന് വന്ന് സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് പോലും എല്ലാരും മറന്നുപോയി. ആ അതൊക്കെ പോട്ടെ, എല്ലാവർക്കും ഈ റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം. എല്ലാവരും അവരവരുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് SMS അയക്കാൻ തയ്യാറായിക്കോളൂ. നിങ്ങളുടെ SMS ഞങ്ങളുടെ ജീവിതത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നത്. ഞങ്ങളുടെ ജീവിതം SMS കുടുങ്ങി പോയത് എങ്ങനെയെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അറിയില്ലേ? ഇത് നമ്മുടെ ശാന്തയല്ലേ? അന്നന്നത്തെ അത്താഴത്തിന്റെ വകയ്ക്കായി രാപ്പകൽ അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ പ്രതീകം. അതെ, കഥയിലും കവിതയിലും മാത്രം കാണുമ്പോഴും കുടുംബശ്രീയും തൊഴിലുറപ്പ് പണിയുമായി ഏതു നേരവും തിരക്കോട് തിരക്ക് തന്നെ. അതൊക്കെ പോട്ടെ ടീച്ചറൂട്ടി. സ്കൂളിലെ ഉദ്യോഗമൊക്കെ സ്ഥിരമായോ? എന്നിട്ട് വേണം ഞങ്ങൾക്കൊരു സദ്യ കൂടാൻ. ഇങ്ങനെയാണെങ്കിൽ ശാന്തയുടെ സദ്യ കൂടലൊന്നും ഉണ്ടാവില്ല. തുച്ഛമായ ശമ്പളത്തിൽ നിന്ന് വേണം എല്ലാ കാര്യങ്ങളും നടത്താൻ. സദ്യ പോയിട്ട് നമ്മുടെ രാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നത് നീ ഉദ്ദേശിച്ചതുപോലെ തന്നെ പഠിച്ചൊരു ടീച്ചറായി. എന്നിട്ടും കഷ്ടപ്പാട് തന്നെ അല്ലേ? അച്ഛനും അമ്മയും ടീച്ചർമാരും ഒക്കെ പറഞ്ഞനുസരിച്ചവൾ പഠിപ്പിലോ ബഹുമിടുക്കി. പക്ഷേ താൻ ആളെ കണ്ട മുട്ടടിക്കും. ഇങ്ങനെയുള്ളവരെങ്ങനെയാ സ്വന്തം അവകാശങ്ങൾക്കും അനീതിക്കും എതിരെ പോരാടുന്നത്?